Mongol Empire, Mongolian സാമ്രാജ്യം. Mongolia is the region between Russia and China in Central Asia. മധ്യേഷ്യയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള പ്രദേശമാണ് മംഗോളിയ. ആ ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള പ്രദേശമാണ് മംഗോളിയ. മംഗോളിയൻ സാമ്രാജ്യം അത്രയും വിശാലമായിരുന്നു. ഇറ്റ് ഈസ് എ റീജിയൻ characterized by vast meadows, deserts and mountains. ഈ പ്രദേശത്തിന് ചില സവിശേഷതകളുണ്ട്. ആ സവിശേഷത ഇവിടെ പറയുന്നു. വാസ്റ്റ് മിഡോസ്, വിശാലമായ പുൽമേടുകൾ, ഡെസേർട്സ്, മരുഭൂമികൾ, ആൻഡ് മൗണ്ടൻസ്, മലനിരകൾ, ഇവയെല്ലാമുള്ള വിശാലമായ പ്രദേശമാണ് മംഗോളിയൻ പ്രദേശം. ദ ക്ലൈമറ്റ് ഓഫ് മംഗോളിയ ഈസ് എക്സ്ട്രീം. ഇവിടുത്തെ കാലാവസ്ഥ വളരെ എക്സ്ട്രീമാണ്, വളരെ കടുത്തതാണ്. എങ്ങനെയുള്ളതാണ്? സിവിയർലി ഹോട്ട് ഇൻ ദ സമ്മർ കാലത്ത്, വേനൽക്കാലത്ത് വളരെ വലിയ ചൂടായിരിക്കും. ആൻഡ് എക്സ്ട്രീംലി കോൾഡ് ഇൻ വിൻ്റർ. തണുപ്പ് കാലമാണെങ്കിലോ വളരെ വലിയ തണുപ്പുമായിരിക്കും. അപ്പോൾ ചൂടുകാലം വളരെ വലിയ ചൂടും, തണുപ്പ് കാലം വളരെ ഉയർന്ന തണുപ്പുമാണ് ഉണ്ടാവുക. ദി മംഗോൾസ് വെയർ നോമഡ്സ് ഹു ലീവ്ഡ് ഇൻ ടെൻറ്റ്സ്. മംഗോളിയന്മാർ, മംഗോൾ വംശജർ നൊമഡ്സ് ആണ്. നൊമഡ്സ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്നവരാണ്, നാടോടികളാണ്. ഇവർ ടെൻറ്റുകളിലാണ് ജീവിക്കുന്നത്. There were different tribes among the Mongols who always roamed around on horses. ഇവരിൽ വ്യത്യസ്തമായ ഗോത്രങ്ങളുണ്ടായിരുന്നു. മംഗോളിയന്മാർക്കിടയിൽ വ്യത്യസ്തമായ ഗോത്രങ്ങളുണ്ടായിരുന്നു. Who always roamed around on horses. അവർ എല്ലായ്പ്പോഴും കുതിരകളുടെ പുറത്തേറി റോം ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ അവർ കറങ്ങി നടക്കുമായിരുന്നു, അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇവർ നൊമഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ചെങ്കിസ് ഖാൻ ഹൂ യൂണിഫൈഡ് ദം ആൻഡ് ഫൗണ്ടഡ് ദി മംഗോളിയൻ എംപയർ. അങ്ങനെ ഇവരെ, ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നാടോടികളായിട്ടുള്ള ഗോത്രവർഗങ്ങളായിട്ടുള്ള ഇവരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിക്കുന്നത് ചെങ്കിസ് ഖാനാണ്. അങ്ങനെ ചെങ്കിസ് ഖാൻ എന്ത് ചെയ്യുന്നു? ഹൂ യൂണിഫൈഡ് ദം ആൻഡ് ഫൗണ്ടഡ് ദ മംഗോളിയൻ എംപയർ. ഇവരെ ഒരുമിപ്പിച്ചുകൊണ്ട് മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്? ചെങ്കിസ് ഖാനാണ്. ആരാണ്? ചെങ്കിസ് ഖാൻ. ദി സീറ്റ് ഓഫ് ചെങ്കിസ് ഖാൻ വാസ് അറ്റ് കാരക്കോറം ഓൺ ദി ബാങ്ക്സ് ഓഫ് റിവർ ഒനോൺ ഇൻ സൈബീരിയ. അപ്പോൾ ചെങ്കിസ് ഖാൻ്റെ തലസ്ഥാനം കാരക്കോറമായിരുന്നു. ഓൺ ദി ബാങ്ക്സ് ഓഫ് ദ റിവർ ഒനോൺ. ഒനോൺ നദിക്കരയിൽ, സൈബീരിയ എന്ന് പറയുന്ന രാജ്യത്തെ, സൈബീരിയൻ പ്രദേശത്തെ ഒനോൺ നദിക്കരയിലെ കാരക്കോറം എന്ന പ്രദേശമായിരുന്നു ചെങ്കിസ് ഖാൻ്റെ തലസ്ഥാനം. അപ്പോൾ പഠിച്ചു വയ്ക്കുക, ചെങ്കിസ് ഖാൻ്റെ തലസ്ഥാനം കാരക്കോറം. കാരക്കോറം എവിടെയാണുള്ളത്? സൈബീരിയയിലെ ഒനോൺ നദിയുടെ തീരത്തുള്ള പ്രദേശമാണ് കാരക്കോറം. അപ്പോൾ പഠിച്ചു വയ്ക്കുക, ദ ക്യാപിറ്റൽ ഓഫ് ചെങ്കിസ് ഖാൻ, ദാറ്റ് വാസ് കാരക്കോറം. ദി ചീഫ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് മംഗോൾ ആർമി വാസ് ഇറ്റ് സ്ട്രോങ് കാവലറി. അപ്പോൾ ഇനി നമ്മൾ മംഗോളിയൻ സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ് പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ ഫീച്ചർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദ മംഗോൾ ആർമി വാസ് ഇറ്റ് സ്ട്രോങ് കാവലറി. മംഗോളിയൻ സാമ്രാജ്യത്തിന് ശക്തമായ കുതിരപ്പടയാളികൾ ഉണ്ടായിരുന്നു. ആൻഡ് ദ മെയിൻ അട്രാക്ഷൻ ഓഫ് ദി ആർമി. ഇനി ആർമിയുടെ മറ്റൊരു അട്രാക്ഷൻ എന്തായിരുന്നു നോക്കാം. വാസ് ദി സ്മോൾ ക്യാനൻസ് വിച്ച് കുഡ് ബി യൂസ്ഡ് വൈൽ സിറ്റിംഗ് ഓൺ ഹോഴ്സ് ബാക്ക്. കുതിരകളുടെ മുകളിൽ വഹിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ചെറിയ ക്യാനൻ. എന്താ ക്യാനൻ? പീരങ്കികൾ. അപ്പോൾ ചെറിയ പീരങ്കികൾ ഉണ്ടായിരുന്നു. കുതിരകളുടെ മുകളിൽ വഹിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ചെറിയ പീരങ്കികൾ സൈന്യത്തിനുണ്ടായിരുന്നു. അതൊരു പ്രത്യേക ആകർഷണമുള്ള ഒരു വസ്തുതയായിരുന്നു. 3. ചെങ്കിസ് ഖാൻ ആൾസോ മെയിൻറ്റെയിൻഡ് എ വെൽ ഓർഗനൈസ്ഡ് എസ്പിനേജ്. അത് മാത്രമല്ല, ചെങ്കിസ് ഖാൻ വളരെ സംഘടിതമായ ഒരു ചാരവൃന്ദത്തെയും നിയോഗിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മംഗോളിയൻ സൈന്യത്തിൻ്റെ സവിശേഷത. എന്തൊക്കെയാണ്? ആർമി വാസ് ഇറ്റ് സ്ട്രോങ് കാവലറി. മംഗോൾ ആർമി വാസ് ഇറ്റ് സ്ട്രോങ് കാവലറി. മംഗോളിയൻ സൈന്യത്തിന് ഒരു ശക്തമായ കുതിരപ്പടയാളി ഉണ്ടായിരുന്നു. ദ മെയിൻ അട്രാക്ഷൻ ഓഫ് ദ ആർമി വാസ് ദ സ്മാൾ ക്യാനൻസ് വിച്ച് കുഡ് ബി യൂസ്ഡ് വൈൽ സിറ്റിംഗ് ഓൺ ഹോഴ്സ് ബാക്ക്. കുതിരയുടെ മുകളിൽ വഹിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന, അല്ലെങ്കിൽ കുതിരയുടെ മുകളിൽ വെച്ച് തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ചെറിയ തരത്തിലുള്ള പീരങ്കികളുണ്ടായിരുന്നു. അതുമാത്രമല്ല, ചെങ്കിസ് ഖാൻ ആൾസോ മെയിൻറ്റെയിൻഡ് എ വെൽ ഓർഗനൈസ്ഡ് എസ്പിനേജ്. ഒരു നന്നായി സംഘടിക്കപ്പെട്ട ഒരു ചാരസംഘത്തെ ആര് നിലനിർത്തിയിരുന്നു? ചെങ്കിസ് ഖാൻ നിലനിർത്തിയിരുന്നു. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൻ്റെ സവിശേഷതകളാണ്.
To connect the distant places of the empire with the administrative center, the Mongolians introduced postal systems using horses. ഇനി നോക്കുക, ടു കണക്ട് ദ ഡിസ്റ്റൻറ്റ് പ്ലേസസ് ഓഫ് ദി എംപയർ വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റർ, ഭരണകേന്ദ്രത്തെ സാമ്രാജ്യത്തിൻ്റെ മറ്റു പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി ദ മംഗോളിയൻസ് ഇൻട്രൊഡ്യൂസ്ഡ് പോസ്റ്റൽ സിസ്റ്റം യൂസിങ് ഹോഴ്സസ്. മംഗോളിയന്മാർ രാജ്യത്തെ മറ്റു പ്രദേശങ്ങളുമായി, രാജ്യത്തിൻ്റെ തലസ്ഥാനത്തെ അല്ലെങ്കിൽ കേന്ദ്രത്തെ മറ്റു പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് നടപ്പിലാക്കി? പോസ്റ്റൽ സിസ്റ്റം നടപ്പിലാക്കി. എന്തിനുപയോഗിച്ചുകൊണ്ടുള്ള? കുതിരകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള. അങ്ങനെ കുതിരകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പോസ്റ്റൽ സംവിധാനം കൊണ്ടുവരുന്ന ആരായിരുന്നു? മംഗോളിയന്മാരാണ്. ഇതിനൊരു പേരുമുണ്ട്. ദിസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വാസ് നോൺ ആസ് കൊറിയർ. അപ്പോൾ ഇങ്ങനെ കുതിരകളെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണകേന്ദ്രത്തെ മറ്റു പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, വാർത്താവിനിമയ ബന്ധത്തെയാണ് എന്ത് വിളിക്കുന്നത്? കൊറിയർ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നു? കൊറിയർ. നമ്മുടെ ഇന്നത്തെ കൊറിയർ പോലെ സന്ദേശങ്ങൾ കൈമാറാനുള്ള ഒരു സ്ഥാപനമായിരുന്നു എന്ത്? കൊറിയർ. അവർ കുതിരകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് എന്ത് അയച്ചിരുന്നത്? സന്ദേശം അയച്ചിരുന്നത്. ഈ സമ്പ്രദായത്തെ കൊറിയർ എന്ന് വിളിക്കുന്നു. ദ കൊറിയർ സിസ്റ്റം ഓഫ് ചിങ്കിസ് ഖാൻ വാസ് സ്പീഡി ആൻഡ് എഫക്റ്റീവ്. ഇത് വളരെ കാര്യക്ഷമതയുള്ള ഒരു സമ്പ്രദായമായിരുന്നു. ദ കൊറിയർ സിസ്റ്റം ഓഫ് ചിങ്കിസ് ഖാൻ വാസ് സ്പീഡി ആൻഡ് എഫക്റ്റീവ്. വളരെ വേഗത്തിൽ സന്ദേശങ്ങൾ എത്തുന്ന, അതുമാത്രമല്ല വളരെ എഫക്റ്റീവായ, കാര്യക്ഷമമായിട്ടുള്ള ഒരു സംവിധാനമാണ്, ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമായിരുന്നു എന്ത്? കൊറിയർ. അപ്പോൾ പരീക്ഷയ്ക്ക് വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് കൊറിയർ? നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ചിങ്കിസ് ഖാന് ശേഷം അധികാരത്തിൽ വന്ന ചിങ്കിസ് ഖാൻ്റെ പിന്തുടർച്ചക്കാരനായിരുന്നു തിമൂർ. തിമൂർ റൂൾഡ് മംഗോളിയ വിത്ത് സമർക്കന്ത് ആസ് ഹീസ് ക്യാപിറ്റൽ. തിമൂറിൻ്റെ തലസ്ഥാനം സമർക്കന്തായിരുന്നു. അപ്പോൾ ചിങ്കിസ് ഖാൻ്റെ തലസ്ഥാനം കാരക്കോറമായിരുന്നു. ഓർമ്മിച്ചിരിക്കാമല്ലോ. ഹി വാസ് ദ സക്സസർ ഓഫ് ചിങ്കിസ് ഖാൻ. അതുമാത്രമല്ല, ചിങ്കിസ് ഖാൻ്റെ പിന്തുടർച്ചാവകാശിയായിരുന്നു ആര്? തിമൂർ. ഹൂ ഫൗണ്ടഡ് ദ എംപയർ. അപ്പോൾ ചിങ്കിസ് ഖാനാണ് മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചാവകാശിയായിരുന്നു ആര്? തിമൂർ. ആസ് ഹി വാസ് മെയ്മഡ് ഇൻ എ വാർ. അദ്ദേഹത്തിന് ഒരിക്കലൊരു യുദ്ധത്തിൽ തൻ്റെ കാലുകൾ നഷ്ടപ്പെട്ടു. ഹി വാസ് ആൾസോ നോൺ ആസ് താമർലൈൻ. അതുകൊണ്ട് അദ്ദേഹത്തിനെ മുടന്തനായ തിമൂർ എന്നാണ് വിളിച്ചിരുന്നത്. എന്ത് വിളിച്ചിരുന്നു? താമർലൈൻ. മുടന്തനായ തിമൂർ എന്ന് വിളിച്ചിരുന്നു. ഇൻ 1398 ഹി ക്രോസ്ഡ് ദ റിവർ ഇൻഡസ് ആൻഡ് റീച്ച്ഡ് ഡൽഹി. അദ്ദേഹം 1398 സിന്ധു നദി, ഇൻഡസ് നദി നീന്തിക്കടന്ന് അത് മുറിച്ച് കടന്ന പോരാളികളുമായിട്ട് ഡൽഹിയിലേക്ക് എത്തുകയും ഓൺ ഹിസ് വേ ബാക്ക് ഹീ ടുക്ക് വിത്ത് ഹിം എ ഗ്രേറ്റ് ട്രഷർ. അദ്ദേഹം തിരിച്ചു പോകുന്ന വഴി ഇന്ത്യയിൽ നിന്ന് ധാരാളം സമ്പത്തുമായാണ് മടങ്ങിപ്പോയത്. എങ്ങനെയാണ് സമ്പത്തുണ്ടാവാൻ കാരണം? ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളും വന്ന് തിരിച്ചു പോകുന്നവരെയുള്ള എല്ലാ പ്രദേശങ്ങളും അദ്ദേഹം കൊള്ളയടിച്ചു കൊണ്ടുപോയി. അങ്ങനെയാണ് അദ്ദേഹം സമ്പന്നനായി മാറിയത്. അപ്പോൾ നമ്മൾ പഠിച്ചു, ചിങ്കിസ് ഖാന് ശേഷം, മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ച ചിങ്കിസ് ഖാന് ശേഷം അധികാരത്തിൽ വന്ന ശക്തനായ ഭരണാധികാരി തിമൂറായിരുന്നു. തിമൂർ അദ്ദേഹത്തിന് ഒരിക്കൽ യുദ്ധത്തിൽ കാലുകൾ നഷ്ടപ്പെട്ടു. ആ കാലുകൾ നഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനെ മുടന്തനായിട്ടുള്ള തിമൂർ എന്നാണ് വിളിച്ചിരുന്നത്. 1398 അദ്ദേഹം സിന്ധു നദി കടന്ന് ഇന്ത്യയിലേക്ക് എത്തുകയും ഡൽഹിയിലേക്ക് എത്തുകയും അദ്ദേഹം തിരിച്ചു പോകുന്ന വഴി ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളും, ഡൽഹിയിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴി പ്രദേശങ്ങളെല്ലാം കൊള്ളയടിച്ച് വൻ സമ്പത്തുമായാണ് ഇന്ത്യയിൽ നിന്ന് തിമൂർ മടങ്ങിപ്പോയത്. 1336 അദ്ദേഹം മംഗോളിയയിൽ അധികാരമേൽക്കുന്നത്. 1336 അധികാരമേറ്റ് അതിനുശേഷം ചൈന ആക്രമിക്കുന്നതിന് ഇടയിലാണ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മംഗോളിയൻ സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി വയ്ക്കാം.